ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് അവിടെ ക്യൂ നിന്ന തൊഴാൻ വേണ്ടി നമുക്കറിയാമല്ലോ, ഒരു 8-10 ലൈനായിട്ട് ക്യൂ നിൽക്കാണ്ട് അമ്മമാർ തൊഴാൻ പോകുന്നു. അപ്പോൾ ആ ക്യൂവിൽ നിൽക്കുന്നവർക്ക് ശുദ്ധജലം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒന്ന് ഇടപെടണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് ആവശ്യപ്പെടുകയും ട്രസ്റ്റുമായി സംസാരിച്ച് അവർക്ക് ചൂടുവെള്ളം കൊടുക്കുവാനുള്ള ഏർപ്പാട് ചെയ്തിട്ട് ഞാൻ തിരിച്ച് പാർട്ടി ഓഫീസിലേക്ക് വരുന്ന കോർപ്പറേഷനിലേക്ക് വരുന്ന വഴിക്കാണ് ഒരു കാറിന്റെ ഡ്രൈവർ വിളിച്ചിട്ട് പറയുന്നു, നേരെ 400 രൂപയാണ് ഒരു ആൾട്ടോ കാർ അവിടെ പാർക്ക് ചെയ്യുന്നതിന്റെ ഒന്ന് വാങ്ങിച്ചതെന്ന്. 400 രൂപ. ഞാൻ ചെന്നപ്പോ ഒരു ലൈസൻസ് കൊടുത്തിട്ട് ഒന്നും എടുത്തിട്ടില്ല. 400 രൂപ ഒരു ഓട്ടോ കാർ ഒരു ദിവസം രാത്രി ഇടുന്നതിന് വേണ്ടി. അന്ന് രാത്രി തന്നെ ഒരു ഗാന്ധി പാർക്കിൽ 750 രൂപ ഒരു കാറ് ഒരു ദിവസം രാത്രി ഇടുന്നതിന് വേണ്ടി. പിറ്റേ ദിവസം രാവിലെ SMB സ്കൂളിൽ ഒരു ബസ് രാവിലെ 8 മണിക്ക് കൊല്ലത്തുനിന്ന് കുറച്ച് അമ്മമാർ വന്നു, ഉച്ചയ്ക്ക് 2 മണിക്ക് നിവേദിനെ തിരിച്ചു 1000 രൂപ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. പതിറ്റാണ്ടുകൾ കൊണ്ട് ഇങ്ങനെ മനുഷ്യരെ കൊള്ളയടിക്കുവാനുള്ള അവകാശവും അധികാരവും ഇവിടുത്തെ കൊള്ളക്കാർക്കും അതുപോലെ തന്നെ ക്രിമിനൽ സംഘത്തിനും കൊടുത്ത ഒരു ഭരണകൂടം ഈ നാടിനെ കുട്ടിച്ചോറാക്കുകയായിരുന്നു. എല്ലാം പിടിച്ചു കൊടുത്തു. ഒന്ന് പിടിച്ച് 4 വാക്ക് സംസാരിച്ചപ്പോ അവന്റെ പോക്കറ്റിൽ നിന്നും